നമ്മുടെ ഈ നാർക്കോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ചർച്ചയിൽ ഈ ഒരു മനുഷ്യ ജീവനെ ആത്മീയമായും ശാരീരികമായും മാനസികമായും നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ലഹരി കടത്തിവിടുന്ന ഈ അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ഒക്കെ ഉള്ള തീവ്രവാദികൾ അവർ ഏത് ഗണത്തിലാണ് പെടുന്നത്? ഡോക്ടർ ജോൺസൺ തെക്കടിയിൽ. അവരെ സംബന്ധിച്ചോളം അവര് രണ്ട് വിധത്തിൽ ഉള്ള ആളുകളുണ്ട്. അതിനകത്തുകൊണ്ട് ഈ പറഞ്ഞ 4 ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. എന്നാൽ അതിനകത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിൽ പെട്ടതാണ് ഇത്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അതിനകത്ത് പറഞ്ഞു വന്നത് നമ്മുടെ മൗദൂദി സാഹിബാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അദ്ദേഹത്തെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൗലാന മൗദൂദിയെ പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം. അദ്ദേഹം എഴുതിയിരിക്കുന്നതായ അൽ ജിഹാദ് ഫിൽ ഇസ്ലാമ്യ എന്ന് പറയുന്ന ഗ്രന്ഥം അല്ലെ, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗ്രന്ഥമാണ്. എന്നാൽ അത് അദ്ദേഹത്തെ കൊണ്ട് എഴുതിച്ച മറ്റൊരു ഗ്രന്ഥമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിന്റെ ഭീകരത മനസ്സിലാകുള്ളൂ. എന്താണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ളത് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇമാം അബു സക്കരിയ അഹമ്മദ് ഇബിന് ഇബ്രാഹിം ഇബിന് മുഹമ്മദ് ദിമഷ്കി ദുമിയാക്കി ഇബിനു നുഹാസ് എന്ന് പറയുന്നതായ ഒരു വ്യക്തി AD 1416 ആദ്യം തന്റെ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പേര് മഷാരി ഉൽ അഷ്വാഖ് ഇലാ മസാരി ഉൽ ഉഷാഖ് വ മുസിറൂൽ ഗരം ഇലാ ദാറുസ്സലാം എന്നായിരുന്നു. ആ പുസ്തകത്തെ മലയാളത്തിലേക്ക് നമ്മളൊക്കെ വായിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടുന്ന, അത് നിരോധിക്കപ്പെടേണ്ടുന്ന ഒരു പുസ്തകമാണ്. ഈവൻ മൗദൂദി സാഹിബിന്റെ പുസ്തകമൊക്കെ നിരോധിക്കപ്പെടണമെന്ന് പറഞ്ഞെങ്കിൽ ഇതൊക്കെ എത്രയോ നേരത്തെ നിരോധിക്കേണ്ടതാണ്. അത് വളരെ വളരെ എന്താ പറയാ, എല്ലാവരെയും ത്രസിപ്പിക്കുന്ന തരത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. 1000 ചില്ലാനും പേജുകളുള്ളൂ. അതാണ് ഇവരുടെ ഏറ്റവും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഫയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്കുള്ള ഫ്യൂവൽ എന്ന് പറയുന്നത് അതാണ്. അതിന്റെ പേര് മലയാളത്തിൽ വന്നപ്പോൾ വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ എന്നൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ. അത് ഈ അടുത്ത സമയത്ത് ചർച്ചയ്ക്ക് എടുക്കേണ്ടുന്നതായ ഒരു വിഷയമാണ്. ഇതുവരെ ഇത് ഒരു മഞ്ഞുമല പോലെ ഇരിക്കുകയായിരുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു മഞ്ഞുമല തന്നെയാണ്. അപ്പൊ ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നോ ഒക്കെ ഈ സാധനങ്ങൾ ഇങ്ങോട്ട് കടത്തി വിടുന്നതിന് ഈ ഗ്രന്ഥത്തിൽ അതിൻ്റെ ആയിട്ടുള്ള ന്യായീകരണങ്ങളും അതിന് വേണ്ടുന്ന വിശദാംശങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എഴുതിയിരിക്കുന്നത് ഹിജറ വർഷം, ആഫ്റ്റർ ഹിജറ 8ാം നൂറ്റാണ്ടിലാണ്. അതായത് 15ാം നൂറ്റാണ്ട്. നമ്മൾ AD 15ാം നൂറ്റാണ്ടിൽ എഴുതിയ പുസ്തകമാണ്. അപ്പൊ അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അമുസ്ലിം രാഷ്ട്രങ്ങളെ എങ്ങനെ മുസ്ലിം വൽക്കരിക്കാം അല്ലെങ്കിൽ ഇസ്ലാം വൽക്കരിക്കാം, അമുസ്ലിം രാജ്യങ്ങളെ എങ്ങനെ ഇസ്ലാം വൽക്കരിക്കാം, അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം. അപ്പൊ അതിന് ചെയ്യേണ്ടുന്നതായ ഒരു കാര്യമാണ് നമ്മുടെ മൗദൂദി സാഹിബ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ. നിങ്ങളെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതേപോലുള്ള ചില ഗ്രന്ഥങ്ങളും കൂടെ വേറെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. മതത്തിന്റെ പേരിൽ മനുഷ്യഹത്യ എന്ന് പറയുന്ന അസ്രത്ത് മിർസ തോഹിർ അഹമ്മദ് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതിനകത്ത് ഇതിനെ ഖണ്ഡിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിജയിക്കുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആധികാരികമായിട്ടുള്ള രേഖകളെ വെച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നു. എവിടുന്ന്? അവരുടെ മതഗ്രന്ഥത്തിൽ നിന്നുള്ള ആധികാരിക രേഖകളെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ആകെയാൽ യഥാർത്ഥം ഖണ്ഡനം ചെയ്യാൻ കഴിയുകയില്ല. അങ്ങനെ വരികയാണെങ്കിൽ അവരുടെ ദൈവത്തെ തന്നെ ഖണ്ഡിക്കുക, ആ ദൈവം കൊടുത്ത അല്ലെങ്കിൽ അയച്ചതായിട്ടുള്ള പ്രവാചകനെ ഖണ്ഡിക്കുക എന്നൊക്കെ വരും. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊന്നും ഒരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയാത്ത തരത്തിൽ നമ്മളെ ചിന്തിക്കേണ്ടിയും കൂടി ഇരിക്കുന്ന ഈ കാര്യത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ ഉള്ള ആളുകള് അവരിവിടേക്ക് ഈ മയക്കുമരുന്നുകളോ അല്ലെങ്കിൽ അതുപോലുള്ള ലഹരി പദാർത്ഥങ്ങളോ കയറ്റി അയക്കുന്നത് നമ്മളെ ഷണ്ണരാക്കുക എന്നുള്ളതാണ്. നമ്മുടെ യൂത്തത്തെ ഷണ്ണത്വം വൽക്കരിക്കുകയും അതിൽ കൂടെ രാജ്യത്തിന്റെ പുരോഗതിയെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കുകയും തൽഫലമായിട്ട് രാഷ്ട്രീയപരമായിട്ട് ഉയർച്ചയിലേക്ക് വന്ന് അത് മതവൽക്കരണത്തിലേക്ക് നയിക്കുകയും ചെയ്യാന്നുള്ള ഒരു അജണ്ട നടപ്പിൽ വരുത്താൻ വേണ്ടിയുള്ളൂ. മനസ്സിലായത്? ക്ലിയർ ആയത്? ഓക്കെ, ഞാൻ തിരിച്ചു വരാം.